ಆಮೇಲೆ ದೇವರಿಗೆ ಮೆಚ್ಚುಗೆಯುಳ್ಳ ಒಂದು ಬದುಕನ್ನು ನಯಿಸುವುದಕ್ಕೋಸ್ಕರ നമ്മുടെ ജീവിതത്തെ ഒന്നോടെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മൾ എനിക്ക് പ്രകാശിക്കണം. നമ്മളിൽ ഉറങ്ങി കിടക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തിയെയും മാറ്റി ദൈവശക്തിയിലേക്ക് നമ്മൾ വരാൻ വേണ്ടി ശ്രമിക്കണം. ಆಮೇಲೆ ನಮ್ಮ ಬದುಕಲ್ಲಿ ಇರುವ ಆ ಕತ್ತಲುಗಳಿಂದ ಬಿಟ್ಟು ആ ದೇವರ ശക്തിಯಲ್ಲಿ ಬರುವುದಕ್ಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വന്നാൽ നമ്മൾ പോലും അറിയാത്ത പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കും. ಆ ದೇವರ ಶಕ್ತಿ ನಮ್ಮಲ್ಲಿ ಬಂದು ಬಂದರೆ ನಮಗೆ ತಿಳಿಯಲಾರದ ಅದ್ಭುತ ಕಾರ್ಯಗಳು ಆ ದೇವರು ಮಾಡುತ್ತಾನೆ. നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രകാശിക്കാൻ തന്നെയാണ്. ಆಮೇಲೆ ನಾವು ಒಂದು ಜಗದಲ್ಲಿ ಕೂಡುವುದಕ್ಕೋಸ್ಕರ ಅಲ್ಲ, ಆಮೇಲೆ ಕರ್ತನಿಗಾಗಿ ಏಳಿ ಪ್ರಕಾಶಿಸುವುದಕ್ಕಾಗಿ ದೇವರು ನಮ್ಮನ್ನು ಕರೆದಿದ್ದಾರೆ. അത് പ്രകാശിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. ಆಮೇಲೆ ನಾವು ಏಳಿ ಪ್ರಕಾಶಿಸಬೇಕಾದರೆ ನಮ್ಮ ಹೃದಯವನ್ನು ನಾವು ಶುದ್ಧಿ ಮಾಡಬೇಕು. നമ്മൾക്ക് ദൈവ മക്കൾക്ക് ഹിതമല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ದೇವರ ಮಕ್ಕಳಿಗೂ ಹಿತವಲ್ಲದೆ ಚಿತ್ತವಲ್ಲದೆ ವಿಷಯಗಳು ನಮ್ಮಲ್ಲಿ ಬರಬಾರದು. അത് ജീവിതത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നോട്ടം കൊണ്ട് പോലും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല. ನಮ್ಮ ಮಾತಲ್ಲಿ ನಮ್ಮ ನುಡಿಯಲ್ಲಿ ಯಾವ ರೀತಿಯಲ್ಲಿ ದೇವರಿಗೆ ಇಷ್ಟವಿಲ್ಲದ ಒಂದು ವಿಷಯ ನಮ್ಮಲ್ಲಿ ಬರಬಾರದು. നമ്മുടെ വിദ്വേഷം പക ഇതെല്ലാം മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ കഴിയൂ. ಆಮೇಲೆ ನಮ್ಮಲ್ಲಿ ಇರುವ ಆ ಹೊಟ್ಟೆ ಕಿಚ್ಚು, ಕೋಪ, ಈ ಲೋಕದ ಪ್ರೀತಿ ಇದೆಲ್ಲ ಬಿಟ್ಟು ನಾವು ಹೊರಗಡೆ ಬರಲೇಬೇಕು. ഒരു നിർമ്മലമായ ഹൃദയത്തിലേക്ക് മാത്രമേ യേശുവിന് വസിക്കാൻ കഴിയത്തുള്ളൂ. ನಿಷ್ಕಳಂಕವಾದ ಒಂದು ಹೃದಯ ನಮ್ಮಲ್ಲಿ ಬಂದು ಅಂದರೆ യേശു നമ്മളിൽ വാസിಸುತ್ತಾನೆ. ഒരു ശിശുവിനെ പോലെ ആയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന് നമ്മളിൽ വസിക്കാൻ കഴിയൂ. ಒಂದು ಕೂಸಿನ ಹಾಗೆ ನಾವು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಬಂದರೆ ಅಷ್ಟೇ ಆಮೇಲೆ യേശു നമ്മളിൽ ವಾಸ ಮಾಡುತ್ತಾರೆ. പ്രിയ ദൈവജന്മ, ഞാൻ ഇന്ന് നിങ്ങളെ പ്രബോധിക്കുക. ഇന്ന് നിങ്ങൾക്ക് ദൈവ വേല അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസനും ദാസി എന്ന് വിളിക്കുന്ന അത് കേൾക്കുവാൻ ആഗ്രഹമുള്ളവർ അവരവരുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ചാട്ടെ. ಒಬ್ಬ ದೇವರ ಮಗ ಮತ್ತು ದೇವರ ಮಗಳು ಎಂಬುದಾಗಿ ದೇವರು ನನ್ನನ್ನು ಕರೆಯಬೇಕು ಎಂದು ಇಷ್ಟಪಡುವವರು, ಆಸಕ್ತಿ ಉಳ್ಳವರು ತಮ್ಮ ഹൃദയಗಳನ್ನು ശുദ്ധീകരണ ಮಾಡಬೇಕು. ഇന്ന് പലപ്പോഴും നമ്മൾ രോഗികളാവുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ, കോപം ഇതെല്ലാം നമ്മുടെ ശരീരത്തെ തന്നെ തളർത്തും. ನೋಡ್ರಿ, ನಮ್ಮ ಹೃದಯದ ಒಳಗೆ ಇರುವ ಆಮೇಲೆ ಅನೇಕ ವಿಷಯಗಳು ಅದು ನಮ್ಮಲ್ಲಿ ಇರುವ കാരണದಿಂದ നാവേ രോഗികളായി മാറപ്പെടുത്തുക. പലർക്കും അത് അറിയത്തില്ല. വിശ്വാസ ലോകത്തില് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു രോഗത്തിനും അടിമയാക്കാൻ പറ്റത്തില്ല. ನೋಡ್ರಿ, ನಾವು ದೇವರ ವಚನಕ್ಕೆ ವಿಧೇಯರಾಗಿ ನಿಲ್ಲುವಾದರೆ ಯಾವ ರೋಗವು ನಮ್ಮನ್ನು ಮುಟ್ಟುವುದಿಲ್ಲ. ಈ ವಚനം നമുക്ക് ജീവനും ചൈതന്യവുമാണ്. ಈ ದೇವರ ವಚನ ಆಮೇಲೆ ಜೀವ ಮತ್ತು ಚೈತನ್ಯಗೊಳಿಸುವ ವಚನ. ഇത് അസ്ഥിപഞ്ജരങ്ങളെ തുളച്ച് കടന്നു ചെല്ലുന്ന വചനമായി. ഇരുവാഴ്ത്തകളുടെ ഏത് മൂർച്ചയുള്ള വാളിനേക്കായി ಇದು ನಮ್ಮ ಎಲುಬುಗಳ ಒಳಗೆ ಹೋಗುವ ದೇವರ ವಚನ. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ വിചാരങ്ങളെ പോലെ തിരിച്ചറിയുന്ന വചനമാണ്. ಈ ವಚನ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಇರುವ ವಿಚಾರಗಳನ್ನು, ಚಿಂತನೆಗಳನ್ನು ಆಮೇಲೆ ಕುರಿತಾಗಿ ತಿಳಿಯುವ ವಚನ. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പലതും ഞങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ കൂടെ ഉള്ളവർ അറിയുന്നില്ല, എന്നാൽ കാണുന്ന ഒരു ക്രിസ്തു മോഡിലുണ്ട്.